ഒരു കൊല്ലം മുൻപ് ആറ്റിങ്ങലിലെ നവകേരള സദസ്സിലെ വേദിയിലെത്തി മുഖ്യമന്ത്രിക്ക് മുൻപാകെ തനിക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, സർക്കാർ സഹായിക്കണമെന്ന് പരാതി പറഞ്ഞയാളാണ് ഭിന്നശേഷിക്കാരനായ നിസാർ. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിച്ചോ എന്ന് പ്രേക്ഷകർ കാണണം. ഞാൻ നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് നടപടി തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലാതെ ഇതുവരെയ്ക്കും ഒരു നടപടി ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞവർക്ക് പോലും ഒരു വർഷമായിട്ടും പരിഹാരം അകലെയാണ്. ഒന്നല്ല, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ മാതൃഭൂമി ന്യൂസ് പല അവസരങ്ങളിലായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും സർക്കാരിന് അനക്കമില്ല. എന്നാൽ സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് നവകേരള സദസ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. സർക്കാർ ആവശ്യപ്പെടാതെ സ്വമേധയാ ഉള്ള പഠനം തുടങ്ങിയത് IMGയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവേണൻസ് ആണ്. പ്രധാനമായും പഠിക്കുന്നത് ഇവയാണ്: നവകേരള സദസ്സ് കേരളത്തിന് എന്ത് ഗുണമുണ്ടാക്കി, ഏതൊക്കെ തലത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കി, ജനങ്ങൾ ബോധിപ്പിച്ച പരാതികളിൽ പ്രചോദനം ഉൾക്കൊണ്ട് സർക്കാർ തലത്തിലെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ലഭിച്ച നിവേദനങ്ങളുടെ സ്വഭാവം, അതിൽ എത്ര എണ്ണത്തിൽ വകുപ്പുകൾ തീർപ്പ് കൽപ്പിച്ചു തുടങ്ങിയവ പഠന സംഘം വിലയിരുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ IMG വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. സർക്കാർ അവയൊക്കെ നൽകുന്നുമുണ്ട്. അതേസമയം നവകേരള സദസ്സിൽ പരാതി നൽകിയവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ തിരക്കിയല്ല പഠനം. 2 മാസത്തിനകം പഠനം പൂർത്തിയാക്കാനാണ് തീരുമാനമെന്ന് IMG ഡയറക്ടർ K. ജയകുമാർ IAS മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതുവരെ കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന്. പക്ഷേ ഒരു വർഷമായിട്ട് ഇതുവരെയും ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് 2-3 തവണ വിളിച്ചപ്പോഴും എന്തെങ്കിലും ഇവർ ചെയ്യും എന്നുള്ളതുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നുവരെയും ഒരു പരാതിയും വന്നിട്ടില്ല. മാധ്യമങ്ങൾ തുറന്നു കാട്ടിയ പരാതിക്കാരുടെ ദയനീയ ജീവിതകഥകൾ ഉൾക്കൊണ്ട് നടപടിയെടുക്കാൻ ദുരഭിമാനം പ്രശ്നമാണെങ്കിൽ റിപ്പോർട്ട് കിട്ടുമ്പോഴെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.